മാറിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി മാറുന്നു. ഒരു വോട്ടറും പറയുന്നു കോൺഗ്രസിനെ ആര് വിശ്വസിക്കുമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടല്ല ഇവർ നിൽക്കുന്ന. അപ്പൊ പിന്നെ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രി ആകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം എവിടെയാണ് മത്സരിക്കുന്നത് നിങ്ങൾ പറയണം. നിങ്ങൾ എത്ര സീറ്റിൽ ഇന്ത്യയിൽ 543 ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. 543 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. CPM എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? അതിൽ എത്ര സീറ്റ് നിങ്ങൾ ജയിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഉറപ്പുള്ളതുണ്ട്. ഇനി നിങ്ങൾ പറയുന്നു വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാക്കന്മാരാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറം കുമളിക്കപ്പുറം രാഹുൽ ഗാന്ധിയുടെ നിങ്ങൾ പറഞ്ഞ ഈ മോശപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? നാണമാവില്ല ഇതൊക്കെ പറയാനായിട്ട്. നിങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ കോൺഗ്രസിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ ആളുകളെ കുറിച്ചിട്ടാണ് അല്ലേ? നിങ്ങളുടെ ബംഗാളിലെ CPM-ന്റെ പ്രമുഖ നേതാക്കന്മാരും MLA-മാരും MP-മാരടക്കം 111 പേര് പോയി BJP-യിലേക്ക്. നിങ്ങൾക്ക് എന്താ മറുപടി? ഇനി അല്ലല്ല പറയട്ടെ ഗഗൻ മുർമു എന്ന് പറഞ്ഞ MLA സ്ഥാനം രാജിവെക്കാതെ MP ആയിട്ട് മത്സരിക്കാൻ പോയി. എന്താണ് നിങ്ങളുടെ മറുപടി? ഇനി കേരളത്തില് CK പത്മനാഭൻ DYF-യുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിൽ മത്സരിച്ച NDA-യുടെ കാൻഡിഡേറ്റ് ബിജു കൃഷ്ണൻ SFI-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. TV ബാബു CPI-യുടെ നേതാവായിരുന്നു. അബ്ദുള്ളക്കുട്ടി SFI-യുടെ നേതാവായിരുന്നു അല്ലേ? ശ്രീനഗരി രാജൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം BJP-യുടെ സ്ഥാനാർത്ഥി ഇടുക്കിയിലെ MM മണിയോട് മത്സരിച്ച ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് 2 വോട്ടിന് പരാജയപ്പെട്ട ശ്രീനഗരി രാജൻ BJP-യുടെ ദേശീയ കൗൺസിൽ മെമ്പറാണ്. ഇനി V വിശ്വനാഥ മേനോൻ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BJP-യിൽ പോയ പ്രമുഖ നേതാവ്, നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു. നാണമില്ല നേതാവ് ഇതൊക്കെ പറയാനായിട്ട്. ഓരോ പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് പോകുന്നതിന്റെ എണ്ണം എടുക്കുമ്പോ കോൺഗ്രസിൽ നിന്ന് KV തോമസ് വന്നതിനെ നിങ്ങൾ കൂട്ടുകൊണ്ടുപോയല്ലോ. നേതാക്കന്മാരും പാർട്ടിമാരും ലാഭം നോക്കി പലർത്തും പോകും. അതിന്റെ പേരിൽ പറയരുത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വാസമില്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ നിങ്ങൾ എന്തിനു വരുന്നു? വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ തകർക്കുന്ന കാര്യത്തിനകത്ത് ആദ്യ നിലപാട് സ്വീകരിച്ച മധ്യപ്രദേശിലേക്ക് പ്രകടനം പോലും നടത്താതെ അതിലേക്ക് ഒരാളെ വിടാതെ 212 MLA-മാര് 112 MP-മാര് കോൺഗ്രസ് പോയത് കോൺഗ്രസ് എവിടെയാണെങ്കിലും കോൺഗ്രസ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ത്രിപുരയില് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജീവനുള്ള കാലത്തോളം തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ്. ഒറ്റ സംശയം, ഷിബു, ത്രിപുരയിൽ നിങ്ങളുടെ മണിക് സർക്കാർ കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂടി ഒപ്പം ഇരുത്തിക്കൊണ്ട് മെനഞ്ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കൈക്കോട്ട് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ 2029 എനിക്കും അരുണിനും ഇവിടെ നിൽക്കുന്ന BJP ഇതര ആളുകൾക്ക് വോട്ട് ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ വോട്ട് ചെയ്യണമെങ്കിൽ BJP ഭരണത്തിൽ നിന്ന് പുറത്തു പോകുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്.